السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 156. എപ്പോഴാണ് ജമാഅത്ത് ലഭിക്കുന്നത്? മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നത് കാണും. വസ്സഹീഹു ഇദ്റാകുൽ ജമാഅത്തി മാലം യുസല്ലിമിൽ ഇമാമു. അതായത് ഇമാമിൻ്റെ സലാമിന് മുമ്പേ ഇമാമിനെ തുടരുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ആൾക്ക് ജമാഅത്ത് കിട്ടും, ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടും. തുടക്കത്തിലെ ഇമാമിനോടൊപ്പം ജമാഅത്തായി നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുകയില്ലെങ്കിലും ഇദ്ദേഹം ഈ അവസാന നിമിഷം സലാമിന് മുമ്പായി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് ജമാഅത്തിൽ പങ്കെടുത്തതിൻ്റെ പ്രതിഫലം, മിനിമം പ്രതിഫലം അയാൾക്ക് കിട്ടുക തന്നെ ചെയ്യും. സലാമിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇമാം സലാം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നാണോ, അഥവാ അസ്സലാമു അലൈക്കും എന്നുള്ള സലാമിലെ ആദ്യത്തെ അക്ഷരമായ ഹംസ് ഉച്ചരിക്കുന്നതിന് മുമ്പ് എന്നാണോ? ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ല മദ്ഹബിൽ പ്രബലമായി മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നത്. അവിടുന്ന് പ്രബലമാക്കിയിട്ടുള്ളത് ഇമാമിൻ്റെ സലാമിലെ മീം അവസാനിക്കുന്നതിൻ്റെ, മീം പറയുന്നതിന് മുമ്പ് എന്നാണ്. അഥവാ മാലം യുസല്ലിമിൽ ഇമാമു എന്ന് പറഞ്ഞാൽ ഐ യൻതിഖ് ബിൽ മീമി മിൻ അലൈക്കും. സലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫർളായ ഭാഗം അസ്സലാമു അലൈക്കും എന്നാണല്ലോ. മീം ഉച്ചരിക്കുന്നതോടുകൂടെയാണ് സലാം പൂർത്തിയാകുന്നത്. അപ്പോൾ മീം ഉച്ചരിക്കുന്നതിന് മുമ്പായി തക്ബീറത്തുൽ ഇഹ്റാം പൂർത്തിയായെങ്കിൽ ജമാഅത്ത് കിട്ടും. സലാം തുടങ്ങുന്നതിൻ്റെ മുമ്പല്ല, സലാം തീരുന്നതിൻ്റെ മുമ്പ്. തീരുക എന്ന് പറഞ്ഞാൽ അലൈക്കും എന്നതിലെ മീം ഉച്ചരിക്കുന്നതിൻ്റെ മുമ്പ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ മഅ്മൂമിന് ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടും. അപ്പോൾ ഇയാളുടെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ട് ഇമാമിനോടൊപ്പം അത്തഹിയാത്തിലേക്ക് ചെന്ന് ഇരിക്കണമോ ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ? അത് വേണ്ട. ഇരുന്നിട്ടില്ലെങ്കിൽ തന്നെയും വഇല്ലം യജ്ലിസ് മഅഹു, ഇമാമിനോടൊപ്പം ഇരിക്കണമെന്നില്ല. കാരണം എന്താണ്? ലിദ്റാകിഹി മഅഹു മാ യുഅ്തദ്ദു ലഹു ബിഹി മിനൻ നിയ്യത്തി വ തക്ബീറത്തുൽ ഇഹ്റാം. ഇമാമിൻ്റെ നിസ്കാരത്തിലായിട്ട് ഇയാളുടെ നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും എല്ലാം കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടും. എന്ന് മാത്രമല്ല, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഇമാമിൻ്റെ സലാമിലെ മീം ഉച്ചരിക്കുന്നതിന് മുമ്പ് തക്ബീറത്തുൽ ഇഹ്റാം പൂർത്തിയാക്കിയ അയാൾക്ക് പക്ഷേ ഇമാമിനോടൊപ്പം അത്തഹിയാത്തിലേക്ക് ഇരിക്കാൻ സമയം കിട്ടിയില്ല. എന്നാൽ ഇമാമും മീമ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇരിക്കാൻ പോകുന്നത്, ആ ഇരുത്തം ഹറാമാകും. വയഹറുമു അലൈഹിൽ ജുലൂസു ഹീനഇദിൻ. ഇമാമിൻ്റെ സലാമിലെ മീമ് കഴിഞ്ഞിട്ട് പിന്നെ അത്തഹിയാത്തിലേക്ക് പോയി മഅ്മൂം ഇരിക്കൽ ഹറാമാണ്. ലിഅന്നഹു കാനലിൽ മുതാബഅത്തി, കാരണം ഇമാമിനോടൊപ്പം അത്തഹിയാത്തിൽ ഇരിക്കാനുള്ള ചാൻസ് കിട്ടിയിരുന്നത് ഇമാമിനെ പിന്തുടരുക എന്ന നിലക്കായിരുന്നു. വഖദ് ഫാത്തത്ത് ബിസലാമിൽ ഇമാമി, ഇമാം സലാം വീട്ടുന്നതോടുകൂടെ ആ പിന്തുടർച്ചയുടെ ചാൻസ് നഷ്ടപ്പെട്ടല്ലോ. ഇനി ഇരിക്കാൻ വേണ്ടി പോകുന്നത് ഹറാമാണ്. എന്ന് മാത്രമല്ല, ബോധപൂർവം അറിവോടുകൂടെ അങ്ങനെ ഇരുന്നാൽ ഈ നിസ്കാരം തന്നെ ബാത്തിലായി പോവുകയും ചെയ്യും. അതും സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇമാമിൻ്റെ സലാമിലെ മീമിന് മുമ്പ് തക്ബീറത്തുൽ ഇഹ്റാം അവസാനിച്ച ആൾക്ക്
ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടും. ഇരിക്കണമെന്നില്ല. മീമ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇരിക്കാൻ പോയാൽ ആ ചെയ്തി ഹറാമ് കൂടിയാണ് എന്നും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.